നമസ്കാരം, മലയോര എക്സ്പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലയോരത്തിൻ്റെ സ്ഥിരകേന്ദ്രമായ അങ്ങാടിക്കടവിലാണ് നിൽക്കുന്നത്. ഒട്ടനവധി പ്രമുഖരെ സംഭാവന ചെയ്ത നാടാണ് നമ്മുടെ അങ്ങാടിക്കടവ്. നമ്മുടെ നാട് ഇന്ന് എവിടെയാണ് വന്ന് നിൽക്കുന്നതെന്ന് ഒന്ന് നമുക്ക് എത്തി നോക്കാം. ദിവസം ആനപ്പന്തിയിൽ നിന്നും അത് കഴിഞ്ഞ അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോയിൽ നിന്നും MDMA പോലുള്ള മയക്കുമരുന്നുകൾ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ എവിടെയാണ്? നമ്മുടെ അങ്ങാടിക്കടവ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വരെയും എത്തി നിൽക്കുക. ഏകദേശം ഒരു മാസത്തോളമായി ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളുടെ പിന്നാലെയായിരുന്നു നമ്മുടെ മലയോര എക്സ്പ്രസ്. അതിൽ കണ്ടെത്തിയ വിവരങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. ജനങ്ങളിൽ നിന്ന് കോളേജിലെത്തി, കോളേജിൽ നിന്ന് ഇതാ ഹയർ സെക്കൻഡറിയിലെത്തി, ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഇതാ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അധികാരികൾ ഇനിയും കണ്ണു തുറന്നില്ലെങ്കിൽ അങ്ങാടിക്കടവെന്ന കൊച്ചു ഗ്രാമം ഇല്ലാതാകുന്ന നാളുകൾ അതിവിദൂരമല്ല. അങ്ങാടിക്കടവ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മയക്കുമരുന്നിന്റെ ഒഴുക്ക്. കുറച്ചു കാലം മുമ്പ് വരെ നമ്മുടെ ഗ്രാമം ഇങ്ങനെ ഒരു പേര് കേട്ടിട്ട് കൂടിയില്ല. എന്നാൽ ഇത് നമ്മുടെ ഇടയിൽ സ്ഥിരം കേൾക്കുന്ന പേരുകളാകുന്നു. MDMA കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി മലയോര എക്സ്പ്രസ് ന്യൂസിന്റെ പ്രവർത്തകൻ ഇതിന്റെ പുറകെ ആയിരുന്നു, പ്രത്യേകിച്ച് അയ്യൻകുന്ന് പ്രധാന സ്ഥലങ്ങളിൽ കൂടി. ആദ്യം ഞങ്ങൾ കണ്ടെത്തിയ ദൃശ്യങ്ങളിലേക്ക്. ഇതാ നിരവധി അതുല്യ പ്രതിഭകളെ വാർത്തെടുക്കുന്ന അങ്ങാടിക്കടവ് സെഹർ ഹാർഡ് ഹയർ സെക്കൻഡറിയിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എത്തുമ്പോൾ ഈ സ്കൂളിലെ +2 വിദ്യാർത്ഥിയായിരുന്ന കുട്ടിയുടെ കയ്യിൽ കുടുങ്ങിയ മയക്കുമരുന്ന്. അന്വേഷിച്ചപ്പോൾ സ്ഥിരം ഉപയോഗിച്ചിരിക്കുന്നു എന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു രക്ഷിതാവിന്റെ വെളിപ്പെടുത്തലുകൾക്ക് ഞങ്ങൾക്ക് സാക്ഷ്യം നിൽക്കേണ്ടി വന്നു. സ്ഥിരമായി സ്കൂൾ പരിസരത്ത് 3:50 മുതൽ 4:10 വരെ ഇത്തരം മയക്കുമരുന്നുമായി ഏതാനും ബൈക്കുകൾ കാണാറുണ്ടെന്നും സൈഡ് ഗ്ലാസ് ഇല്ലാത്ത ബൈക്കുകളിലാണ് ഇത്തരക്കാർ വരുന്നത് എന്നും വിദ്യാർത്ഥികൾ പറയുന്നു. സ്കൂൾ അധികൃതർക്കും സ്കൂൾ അധികാരികൾക്കും ഒന്നും ചെയ്യാനാകില്ല എന്നാണ് പറയുന്നത്. റോഡിൽ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ മറ്റൊരു പിതാവിനോട് ചോദിച്ചപ്പോൾ അങ്ങാടിക്കടവ് പരിസരത്ത് മാരക ലഹരിയുമായി നിരവധി ആളുകൾ കറങ്ങി നടക്കുന്നുണ്ട്, അപമാനം സഹിക്കാൻ വയ്യാതെ മിക്ക രക്ഷിതാക്കളും മിണ്ടാതെയിരിക്കുന്നു എന്നുള്ള മറുപടിയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഇത്തരം മാരക മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ നമ്മുടെ സഹപാഠികളായ പെൺകുട്ടികളെ കൂടി ചൂഷണം ചെയ്യുന്നുണ്ടോ എന്നുകൂടി അന്വേഷണം നടത്തേണ്ടത് ആവശ്യമാണ്. ഭയം വേണ്ട, ജാഗ്രത മതി എന്ന സൂത്രവാക്യം ഇവിടെ വേണ്ട. കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ കണ്ടതാണ് ടീച്ചറിന്റെ അടക്കം നിരവധി പെൺകുട്ടികളുടെ മോർഫ് ചെയ്ത നഗ്ന ഫോട്ടോ ഡോൺ ബോസ്കോ കോളേജുകളിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ മണ്ണിൽ തന്നെയാണ്. പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ചൂണ്ടുന്നവനെ കുറ്റക്കാരനാക്കുന്ന നമ്മുടെ നാട്ടിലെ കലാപരിപാടികൾ ഉടൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ അങ്ങാടിക്കടവിലെ മിക്ക കുടുംബത്തിലും ലഹരി എത്തിത്തുടങ്ങും. ഇല്ലാത്തത് മറ്റും നമുക്ക് കാണേണ്ടി വരും. സ്കൂൾ മാനേജ്മെന്റും PTA ഇത് അറിഞ്ഞിട്ടും ഇതെല്ലാം നമ്മുടെ പണിയല്ല, പോലീസിന്റെ പണിയാണെന്ന അനുഭാവത്തിൽ മുന്നോട്ട് പോയാൽ മുകളിൽ സൂചിപ്പിച്ച ഫോട്ടോ പ്രദർശനം നമ്മുടെ വീടുകളിലും കാണാൻ ഇടയാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. മലയോര എക്സ്പ്രസ് ന്യൂസിന് വേണ്ടി ധന്യാമോൾ, കൊച്ചിയിൽ നിന്നും. ശുഭാശംസകളോടെ മലയോര എക്സ്പ്രസ് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ ജയൻ MDക്കൊപ്പം ഷിൽജോ കാഞ്ഞിരക്കാട്ട്.